നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ എപ്പോഴും ഈശ്വരനിലേക്ക് തിരിയാറുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ ഗ്രഹങ്ങളുടെ അനുകൂലമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാറുണ്ട്. അത്തരത്തിലൊരു മഹാഭാഗ്യത്തിൻ്റെ സുവർണ കാലഘട്ടത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് നാം ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഇന്നലെ, അതായത് ജൂൺ 2 തീയതി രാവിലെ കൃത്യം 6:30 ജ്യോതിഷ ലോകത്തിന് വളരെ നിർണായകമായൊരു രാശിമാറ്റം സംഭവിച്ചിരിക്കുകയാണ്. നവഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭഗ്രഹവും ദേവഗുരുവുമായ വ്യാഴഭഗവാൻ മിഥുനം രാശിയിൽ നിന്നും മാറി ഉച്ചനക്ഷത്രമായ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ജ്യോതിഷത്തിൽ എല്ലാ ഗ്രഹങ്ങൾക്കും ഒരു ഉച്ചരാശിയുണ്ട്. ഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ ബലശാലികളാവുന്നത് അവരുടെ ഉച്ചക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോഴാണ്. വ്യാഴത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ശക്തിയുള്ള ഉച്ചരാശിയാണ് കർക്കിടകം. ഒരു ഗ്രഹം ഉച്ചസ്ഥാനത്താകുമ്പോൾ ആ ഗ്രഹത്തിന് നൽകാൻ കഴിയുന്നതിൻ്റെ പരമാവധി ശുഭഫലങ്ങൾ അത് മനുഷ്യർക്ക് പ്രദാനം ചെയ്യുന്നു. വ്യാഴത്തെ ഗ്രഹങ്ങളുടെ ഗുരുനാഥനായും മന്ത്രിയുമായാണ് നമ്മൾ ജ്യോതിഷത്തിൽ സങ്കല്പിക്കുന്നത്. സ്വാത്വിക ഗുണത്തിൻ്റെ മൂർത്തിഭാവമാണ്. അവിടുന്ന് ഒരാളുടെ ജാതകത്തിലോ അല്ലെങ്കിൽ ചാരവശാലോ വ്യാഴം അനുകൂലമായി വന്നാൽ അയാളുടെ ജീവിത വിജയം സുനിശ്ചിതമാണ്. അതായത് ജീവിതത്തിലെ എത്ര വലിയ കടമ്പകളെയും പ്രതിസന്ധികളെയും കാറ്റിൽ പറത്തി വിജയത്തിൻ്റെ കൊടുമുടിയിലേക്ക് കയറാൻ ഈ വ്യാഴം അനുകൂലം കൊണ്ട് സാധിക്കും. ഗോചരവശാൽ ജന്മരാശിയുടെ അഥവാ നമ്മൾ ജനിച്ച കൂറിൻ്റെ 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും മികച്ച അഭിഷ്ട ഫലങ്ങൾ നൽകും. സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു രാശിമാറ്റത്തിലൂടെ 5 കൂറുകളിൽപ്പെട്ട 15 നക്ഷത്രക്കാർക്കാണ് അടുത്ത ഒരു വർഷത്തേക്ക്, അതായത് 2027 ജൂൺ മാസം അവസാനം വരെ മഹായോഗങ്ങളുടെ ഒരു സംഗമം തന്നെ ഉണ്ടാകാൻ പോകുന്നത്. ഈ ഒരു വർഷത്തിനിടയിൽ ഏകദേശം 4 മാസക്കാലം വ്യാഴത്തിന് വക്രസഞ്ചാരം ഉണ്ടാകുമെങ്കിലും കർക്കിടകത്തിലെ ഈ വ്യാഴം 15 നക്ഷത്രക്കാർക്കും നൽകാൻ പോകുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മുന്തിയ ഫലങ്ങൾ മാത്രമായിരിക്കും. ഭഗവാൻ വിഷ്ണുവിൻ്റെ പരിപൂർണ അനുഗ്രഹം ലഭിച്ച ഭാഗ്യത്തേരിലേറാൻ പോകുന്ന ആ 15 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളിത് കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളെയോ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടാതെ ഈ വ്യാഴമാറ്റത്തിൻ്റെ ഗുണങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതിനായി നിത്യവും രാവിലെയും വൈകിട്ടും ഓം നമോ ഭഗവതി വാസുദേവായ, ഓം നമോ നാരായണ എന്നീ മന്ത്രങ്ങൾ ജപിക്കുന്നത് ശീലമാക്കി മാറ്റുക. നിങ്ങൾ പേരും നാളും കമൻറ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും മറ്റ് വിശേഷാൽ ദിവസങ്ങളിലും നടക്കുന്ന നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവാവുന്നതാണ്. ഈ ശക്തിയേറിയ പൂജാ വഴിപാടുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ നെഗറ്റീവ് ഊർജത്തെയും ദോഷങ്ങളെയും ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. ഈ ഒരു അധ്യായം കേൾക്കുന്ന എല്ലാവരും ഓം നമഃ ശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഭഗവാന്റെ നാമം ഉരുവിടുന്നത് പോലും നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളും നെഗറ്റീവ് ഊർജവും വിട്ടകന്ന് സമാധാനവും സന്തോഷവും വരുന്നതിന് സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ നാം എന്നത്തെയും പോലെ പ്രതീക്ഷിക്കുന്നു. നാം ഈ പറയാൻ പോകുന്ന 15 നക്ഷത്രക്കാരിൽ ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ വീടിന് തന്നെ വലിയൊരു സൗഭാഗ്യമാണ്. ആദ്യമായി നാം നോക്കുന്നത് മിഥുനക്കൂറിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാരെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റത്തിലൂടെ വ്യാഴം വരുന്നത് 2ാം ഭാവത്തിലേക്കാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങളുടെ ജന്മരാശിയിലായിരുന്ന വ്യാഴം സഞ്ചരിച്ചിരുന്നതെങ്കിൽ, ജന്മവ്യാഴം എന്ന് പറയുന്നത് പല രീതിയിലുള്ള അനിഷ്ടങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഉണ്ടാകുന്ന ഒന്നു തന്നെയാണ്. എന്നാൽ ആ ദുരിതകാലമെല്ലാം അവസാനിച്ചു. ഭഗവാൻ വിഷ്ണു നിങ്ങളെ കാത്തുരക്ഷിക്കാൻ പോവുകയാണ്. 2ാം ഭാവം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ ധനസ്ഥാനമാണ്, സാമ്പത്തിക സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉയർച്ച വരാൻ പോകുന്ന സമയമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ച സകല സാമ്പത്തിക ബാധ്യതകളും കടങ്ങളും മാറി നിങ്ങളുടെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായി വലിയ രീതിയിലുള്ള ധനം വന്നു ചേരും. ഈ ധനം പല വഴികളിലൂടെ വരാം. നിങ്ങളുടെ തൊഴിലിൽ നിന്നുള്ള വരുമാനം വർധനവുണ്ടാവും.
അതുപോലെ തന്നെ വളരെ കാലമായി ആരെങ്കിലും തരാതിരുന്നതോ കിട്ടാതിരുന്നതോ ആയ പണയം തിരികെ ലഭിക്കുന്നത് വഴി പൂർവിക സ്വത്തുകൾ നിങ്ങളുടെ കൈവശം വരുന്നതിലൂടെ സർക്കാർ വഴിയോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയോ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വഴി ചിലർക്ക് ലോട്ടറി സൗഭാഗ്യമോ നിധി പോലുള്ള അപ്രതീക്ഷിത ധനലാഭങ്ങളോ പോലും ഉണ്ടായേക്കാം. ധനപരമായ ഉയർച്ച മാത്രമല്ല, നിങ്ങൾക്ക് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും സുനിശ്ചിതമായ വിജയം ഈ സമയത്തുണ്ടാവും. സമൂഹത്തിൽ ഉന്നതരായ വ്യക്തികളുടെ വലിയ രീതിയിലുള്ള സഹായ സഹകരണങ്ങളും പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മികച്ച പുരോഗതി കൈവരിക്കാനും ഉയർന്ന വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാനും സാധിക്കും. തൊഴിലന്വേഷിക്കുന്ന സജ്ജനങ്ങൾക്ക് വിദേശത്തോ സ്വദേശത്തോ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മികച്ച ജോലികൾ ലഭിക്കും. ബിസിനസ് അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് സുവർണ കാലഘട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ ബിസിനസ് നവീകരിക്കുവാനും അതിൽ നിന്നും വലിയ ധനലാഭങ്ങൾ കൊയ്യാനും സാധിക്കുന്ന സമയം കൂടെയാണിത്. കുടുംബജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ദാമ്പത്യത്തിലുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും പിണക്കങ്ങളും മാറി സ്വർഗതുല്യമായ അന്തരീക്ഷം കൈവരും. ചിരകാല അഭിലാഷമായിരുന്ന വാഹനം, ഭൂമി, വീട് എന്നിവ വാങ്ങാൻ സാധിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി നിലനിന്നിരുന്ന എല്ലാ അകൽച്ചകളും മാറി നല്ലൊരു ഹൃദയബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കും. വിവാഹം ആഗ്രഹിക്കുന്നവർക്കും പുനർവിവാഹത്തിന് ശ്രമിക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ നല്ല ബന്ധങ്ങൾ ഒത്തുവരുന്ന സമയമാണിത്. ഉത്തമമായ സന്താന സൗഭാഗ്യവും ഈ കാലയളവിൽ നിങ്ങളെ തേടിയെത്തും. സാക്ഷാൽ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ച് മുന്നോട്ടു പോവുക. എല്ലാ കാര്യങ്ങളും മംഗളമായി ഭവിക്കും. അടുത്തതായി വരുന്നത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര എന്നീ 3 നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. നിങ്ങൾക്ക് വ്യാഴം വരുന്നത് 11ാം ഭാവത്തിലേക്കാണ്. ഇതുവരെ വ്യാഴം 10ാം ഭാവത്തിലായിരുന്നു. 11ാം ഭാവം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ സർവാഭിഷ്ട സിദ്ധി എന്ന സ്ഥാനമാണ്, അതായത് ലാഭസ്ഥാനം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉയർച്ചയും വളർച്ചയും ഉണ്ടാകുന്നത് വ്യാഴം 11ാം ഭാവത്തിൽ വരുമ്പോഴാണ്. ഇത് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അത്യപൂർവമായ സൗഭാഗ്യമാണ്. സജ്ജനങ്ങളെ, വരുന്ന ദിവസങ്ങളിൽ ഈ 3 നക്ഷത്രക്കാരും ജീവിതത്തിൻ്റെ കൊടുമുടിയിലേക്ക് നടന്നു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങളുടെ കർമ്മരംഗത്തും സാമ്പത്തിക സ്ഥിതിയുമാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക. നിങ്ങൾ ഏതു മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവിടെല്ലാം സുനിശ്ചിതമായ വിജയവും വലിയ രീതിയിലുള്ള അഭിവൃദ്ധിയും ഉണ്ടാവും. സമ്പത്ത്, ആരോഗ്യം, സൗഭാഗ്യം എന്നിവയെല്ലാം വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വലിയ രീതിയിലുള്ള മനപ്രയാസങ്ങളും മനക്ലേശങ്ങളും സമാധാനക്കേടുകളിലുമായിരുന്നു നിങ്ങൾ ജീവിച്ചിരുന്നത്. എന്നാൽ ഈ വ്യാഴമാറ്റത്തോടെ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറി മനസമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയുവാൻ നിങ്ങൾക്ക് നല്ലൊരു കാലം വന്നെത്തുകയാണ്. നിങ്ങളെ തേടിയും വലിയ രീതിയിലുള്ള ധനപ്രവാഹമുണ്ടാവും. അത് അനുയോജ്യമായ വിവാഹബന്ധങ്ങളിലൂടെയോ പൈതൃക സ്വത്തുകളിലൂടെയോ കിട്ടാത്ത പണം പലിശയടക്കം തിരികെ ലഭിക്കുന്നതിലൂടെയോ ആകാം. അതോടൊപ്പം തന്നെ ഭൂമി വിൽപ്പനയുടെ വലിയ ലാഭമുണ്ടാക്കുവാനും ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ ലഭിക്കുവാനും ഈ സമയം യോഗമുണ്ട്. ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്കും ഉള്ള ജോലി നഷ്ടപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്നവർക്കും മികച്ച തൊഴിലവസരങ്ങൾ കൈവരും. തൊഴിലന്തരീക്ഷം മെച്ചപ്പെടുകയും ബിസിനസ്സിലെ പ്രതിസന്ധികളെല്ലാം മാറി അത് ലാഭത്തിലേക്ക് കുതിക്കുകയും ചെയ്യും. PSC പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന വിജയം ലഭിക്കുവാനും വർഷങ്ങളായി കാത്തിരിക്കുന്ന പ്രൊമോഷനുകളും ആഗ്രഹിച്ച സ്ഥലമാറ്റങ്ങളും സ്ഥാനക്കയറ്റവും ലഭിക്കുവാനും ഈ സമയം അനുകൂലമാണ്. വിദ്യാർത്ഥികളിൽ ഉന്നത വിജയം നേടുവാനും ഇഷ്ടപ്പെട്ട മേഖലകളിൽ ഉപരിപഠനം നടത്തുവാനും സാധിക്കും. കുടുംബജീവിതം ധന്യമാവുകയും കായിക രാഷ്ട്രീയ രംഗങ്ങളിലുള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യും. അടുത്തതായി ഇവിടെ വരുന്നത് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാരെക്കുറിച്ചാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി വ്യാഴം അഷ്ടമഭാവത്തിലായിരുന്നു, അതായത് 8ാം ഭാവം. സജ്ജനങ്ങളെ, അഷ്ടമവ്യാഴം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരിതങ്ങളും കഷ്ടതകളും നൽകുന്ന സമയമാണ്. രോഗങ്ങൾ, മനക്ലേശം, കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ, ദാമ്പത്യ തകർച്ച, കടുത്ത സാമ്പത്തിക ബാധ്യതകൾ, ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളിലൂടെയും നിങ്ങൾ കടന്നുപോയിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ വ്യാഴം അഷ്ടമത്തിൽ നിന്നും മാറി ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ മാറ്റത്തോടെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നിങ്ങൾ അനുഭവിച്ച സകല ദുരിതങ്ങളും ശാശ്വതമായ പരിഹാരമാണ് ഉണ്ടാവാൻ പോകുന്നത്. എത്രയോ കാലമായി നിങ്ങൾ മറ്റാരും കാണാതെ നിശബ്ദമായി കരഞ്ഞിട്ടുണ്ടാവാം. എന്നാൽ നിങ്ങളുടെ കണ്ണീരൊപ്പാൻ ഭഗവാൻ എത്തിക്കഴിഞ്ഞു. 9ാം ഭാവം ഭാഗ്യസ്ഥാനമായതിനാൽ ഈശ്വരാനുകൂല്യം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം വിചാരിക്കുന്ന പോലെ ഭംഗിയായി നടക്കും. ജീവിതത്തിൽ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പലതും നിങ്ങൾക്ക് തിരികെ പിടിക്കുവാൻ സാധിക്കും. തൊഴിൽ സംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി പുതിയ ജോലി ലഭിക്കുവാനും PSC പരീക്ഷകളിൽ വിജയിച്ച് ജോലിയിൽ പ്രവേശിക്കുവാനും സാധിക്കും. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് തകർന്നുപോയ അവസ്ഥയിൽ നിന്നും വലിയ രീതിയിലുള്ള ലാഭത്തോടെ ഉയർച്ചയിലേക്ക് കുതിക്കാൻ സാധിക്കും. അത്ഭുതപൂർവമായ സാമ്പത്തിക വളർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സാമ്പത്തികം, തൊഴിൽ, ആരോഗ്യം, വിവാഹം എന്നീ കാര്യങ്ങളിലെല്ലാം ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് സുവർണ കാലഘട്ടം തന്നെയായിരിക്കും. വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവും.
അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ തമ്മിൽ ഒന്നിക്കുവാനും യോഗമുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ ലാഭകരമാകും. നിങ്ങൾക്ക് ശാരീരിക ആരോഗ്യസ്ഥിതി പൂർണ്ണമായി മെച്ചപ്പെടും. വിദ്യാർത്ഥികൾക്ക് അലസതയും മടിയും മാറി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടുവാനും സാധിക്കും. നാലാമതായി വരുന്നത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. നിങ്ങൾക്ക് വ്യാഴം ശത്രുഭാവമായ 6-ാം ഭാവത്തിൽ നിന്നും മാറി 7-ാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കഴിഞ്ഞ 3-4 വർഷക്കാലമായി നിങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ദുരിതങ്ങളിലൂടെയാണ് കടന്നുപോയിരുന്നത്. ഉള്ളിൽ വലിയ സങ്കടക്കടലൊതുക്കി പുറമെ ചിരിച്ചുകൊണ്ട് നടന്ന ദിവസങ്ങളായിരുന്നു അത്. സ്വന്തക്കാരും കുടുംബക്കാരും പോലും നിങ്ങളെ ഒറ്റപ്പെടുത്തിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നാലിപ്പോൾ വ്യാഴം 7-ാം ഭാവത്തിൽ എത്തിയതോടെ ആ കഷ്ടതകളെല്ലാം അവസാനിക്കുകയാണ്. നിങ്ങളെ ശത്രുപോലെ കണ്ടിരുന്നവർ പോലും നിങ്ങളുടെ മിത്രങ്ങളായി സ്നേഹിക്കുന്ന സുദിനങ്ങളാണ് കടന്നു വരാൻ പോകുന്നത്. ഈശ്വരാധീനം ഏറ്റവും കൂടുതലുള്ള ഈ സമയത്ത് നിങ്ങൾ ഏതൊക്കെ മേഖലകളിൽ വിജയം ആഗ്രഹിക്കുന്നുവോ അതൊക്കെ ഭഗവാൻ മഹാവിഷ്ണു നിങ്ങൾക്ക് സാധിച്ചു തരും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് യാത്രകൾ കൂടും. പ്രത്യേകിച്ച് ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾ വിജയകരമായി തീരും. പുതിയ വാഹനം വാങ്ങുവാനും വീട് പുതുക്കിപ്പണിയുവാനും അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുവാനുള്ള ആഗ്രഹങ്ങൾ സഫലമാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ നിന്നും വലിയ ലാഭങ്ങൾ വന്നുചേരും. ഉദ്യോഗസ്ഥർക്ക് അർഹമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും. ഈ മാറ്റം നിങ്ങളുടെ പ്രണയബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കുവാൻ സഹായിക്കും. അവിവാഹിതർക്ക് ഏറ്റവും അനുയോജ്യമായ ബന്ധങ്ങൾ ഒത്തുവരുന്ന സമയമാണിത്. മികച്ച ബന്ധങ്ങൾ വഴി ചിലർക്ക് വിദേശത്ത് ജോലി ചെയ്യാനുള്ള അവസരങ്ങളും ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ തെളിയും. മികച്ച വിജയം നേടുവാനും സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ സ്വകാര്യ മേഖലകളിൽ നല്ല ജോലി ലഭിക്കും. കുടുംബജീവിതത്തിലെ കലുഷിതമായ അന്തരീക്ഷം മാറി സമാധാനമുണ്ടാകും. ഈ 3 നക്ഷത്രക്കാരിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ ആ വീട് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് അന്തസ്സോടെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി അവസാനമായി വരുന്ന മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ 3 നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. നിങ്ങൾക്ക് വ്യാഴം 4-ാം ഭാവത്തിൽ നിന്നും 5-ാം ഭാവത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. 5-ാം ഭാവം എന്ന് പറയുന്നത് പ്രധാനമായും സന്താന ഭാവമാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താന തൃപ്തി ലഭിക്കുന്ന ഒരു പുണ്യവർഷമാണിത്. അതുപോലെ വിവാഹം നടക്കാതെ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് അനുയോജ്യമായ വിവാഹബന്ധങ്ങൾ വരികയും നിങ്ങൾ വർഷങ്ങളായി ആഗ്രഹിച്ച സ്വപ്നതുല്യമായൊരു ജീവിതത്തിലേക്കാണ് ഈ വ്യാഴമാറ്റത്തിലൂടെ കടക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഉള്ളിലെ അലസതയും മടിയും മാറി പുതിയ പദ്ധതികളുമായി നിങ്ങൾ മുന്നോട്ട് പോകും. പല വഴികളിലൂടെ നിങ്ങളുടെ കൈകളിലേക്ക് സമ്പാദ്യം വന്നുചേരും. നിങ്ങളുടെ ബുദ്ധിവൈഭവവും വിവേകവും വർദ്ധിക്കുന്ന കാലഘട്ടമാണിത്. പിതൃസ്വത്തുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തർക്കങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെടും. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സംഘടനകളുടെ വലിയ പദവി നേതൃത്വത്തിലേക്ക് വന്നുചേരുന്നതിനും സഹായിക്കും. ഭൗതികമായ വളർച്ചയ്ക്കൊപ്പം തന്നെ ആധ്യാത്മികമായ ഉണർവും നിങ്ങളിൽ ഉണ്ടാവും. ബിസിനസ് മേഖലകളിൽ വലിയ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും. കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വർഷം അവസാനിക്കുമ്പോഴേക്കും നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വലിയ രീതിയിൽ വർദ്ധിക്കുന്ന അവസ്ഥയുണ്ടാകും. പ്രായഭേദ്യമന്യേ ജീവിതത്തിൻ്റെ നാനാഭാഗത്തുപെട്ടവർക്കും ഈ വ്യാഴമാറ്റം വലിയ സൗഭാഗ്യങ്ങൾ നൽകും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയവും അതോടൊപ്പം തന്നെ വിദേശത്ത് പഠിക്കുവാനുള്ള അവസരങ്ങളും ലഭിക്കും. തൊഴിൽ മേഖലകളിൽ സ്ഥിരജോലി ലഭിക്കുവാനും വർഷങ്ങളായി ശമ്പളം പോലും കൃത്യമായി കിട്ടാത്ത ജോലി ചെയ്യുന്നവർക്ക് സ്ഥിരവരുമാനം ലഭിക്കുവാനും യോഗമുണ്ട്. പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കും. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലെ ഭിന്നതകളും നിങ്ങളുടെ ശാരീരിക രോഗാദി ദുരിതങ്ങളും പൂർണ്ണമായി ശമിക്കും. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുന്ന വലിയൊരു ഭാഗ്യവർഷമാണ് നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നത്. ഇതുവരെ നാം പരാമർശിച്ച എല്ലാ നക്ഷത്രക്കാർക്കും ഈ വ്യാഴമാറ്റം വഴി ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. എന്നാൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ജ്യോതിഷ ഫലങ്ങൾക്കൊപ്പം നമ്മുടെ പ്രയത്നവും ഈശ്വരവിശ്വാസവും കൂടിച്ചേരുമ്പോഴാണ് ഫലങ്ങൾ പൂർണ്ണമായി അർത്ഥത്തിൽ അനുഭവത്തിൽ വരുന്നത്. ഈ ഒരു വ്യാഴമാറ്റത്തിൻ്റെ അനുകൂലവും പോസിറ്റീവുമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായി ആവാഹിക്കുന്നതിനായി ചില ലളിതമായ വഴിപാടുകൾ കൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കന്നിക്കൂർ, വൃശ്ചികക്കൂർ, മീനക്കൂർ തുടങ്ങിയ നക്ഷത്രക്കാർ തുടർച്ചയായി 7 വ്യാഴാഴ്ചകളിൽ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ദർശനം നടത്തുക. ഭഗവാന്റെ പാദം മുട്ടി നിൽക്കുന്ന രീതിയിലുള്ള വലിയ തുളസിമാല സമർപ്പിക്കുക. നെയ്വിളക്ക് കത്തിക്കുക. പാൽപ്പായസം വഴിപാടായി നൽകുക.
നിങ്ങളുടെ മനസ്സിലെ പ്രാർത്ഥനകൾ എത്രത്തോളം സത്യസന്ധമാണോ അത്രത്തോളം വേഗത്തിൽ ഭഗവാൻ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിത്തരും. സജ്ജനങ്ങളെ, നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ നിന്ന് ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഷ്ടശക്തികളും നെഗറ്റീവ് ഊർജവും അകന്നുപോയി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും കടന്നു വരട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്കെത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.